അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഹാലോ ആൽക്കെയിൻസിൻ്റെയും ഹാലോ അരീൻസിൻ്റെയും പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. പ്രോപ്പർട്ടീസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിസിക്കൽ സ്റ്റേറ്റ്. അതായത് ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും ഏത് രൂപത്തിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഹാലോ ആൽക്കെയിൻസിനെ പറ്റിയിട്ടും ഹാലോ അരീൻസിനെ പറ്റിയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഫിസിക്കൽ സ്റ്റേറ്റ്. വെൻ വി ആർ കൺസിഡറിങ് ദിസ് ആൽക്കൈൽ ഹാലൈഡ് or haloalkanes, these are colorless when they are in the pure state. But when they are exposed to light, some bromides or iodides are having some color. ബ്രോമൈഡ്സും അയഡൈഡും ചിലപ്പോഴെല്ലാം ലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ അത് ചെറിയ രീതിയിലുള്ള ഒരു കളറ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്യുവർ സ്റ്റേറ്റിലിരിക്കുകയാണെങ്കിൽ ഇവ സാധാരണയായിട്ട് കളർലെസ് ആണ്. ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസിൻ്റെയും ലോവർ മെമ്പേഴ്സ് എല്ലാം തന്നെ ഗ്യാസുകളായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് കാർബണിൻ്റെ നമ്പർ കുറവുള്ള ഹാലോ ആൽക്കെയിൻസ് ഓർ ഹാലോ അരീൻസ് സാധാരണയായിട്ട് ഗ്യാസ് രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് മീഥൈൽ ക്ലോറൈഡ്, ഈഥൈൽ ക്ലോറൈഡ്, ഈഥൈൽ ബ്രോമൈഡ്, അതുപോലെ തന്നെ ചില ക്ലോറോ ഫ്ലൂറോ മീഥെയിൻസ്, ഇവയെല്ലാം തന്നെ ഗ്യാസ് രൂപത്തിലാണ് കാണുന്നത്. എന്നാൽ കാർബണിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇവ ലിക്വിഡ് രൂപത്തിലും സോളിഡ് രൂപത്തിലും കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹയർ മെമ്പേഴ്സ് ആർ ഇൻ ലിക്വിഡ് ഫോം ഓർ സോളിഡ് ഫോം. അടുത്ത ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് മെനി വോളറ്റൈൽ ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആർ ഹാവിങ് സ്വീറ്റ് സ്മെൽ. വോളറ്റൈൽ ആയിട്ടുള്ള ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെല്ലാം തന്നെ ഒരു സ്വീറ്റ് സ്മെല്ലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഹാലോ ആൽക്കെയിൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഹാലോ ആൽക്കെയിൻസിൻ്റെയും ഹാലോ അരീൻസിൻ്റെയും മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ആണ്. ഹാലജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു. ലോവർ മെമ്പേഴ്സ് എല്ലാം തന്നെ ഗ്യാസസ് ആണ്. കാർബണിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് അവ ലിക്വിഡ്സും സോളിഡ്സുമായിട്ട് മാറുന്നു എന്ന് അല്ലേ. കൂടാതെ മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ, ഹാലജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അവ പൊളാറാണ് എന്നുള്ളത്. എന്താണ് ഈ പൊളാരിറ്റി കാരണം? ഇവിടെ ഹാലജൻ ആറ്റംസ് എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ കാർബൺ, ഹൈഡ്രജൻ എന്നിവയൊക്കെയായി കമ്പയർ ചെയ്യുമ്പോൾ ഇവയ്ക്ക് കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. അതിനാൽ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാവുകയും അങ്ങനെ ഈ ഒരു ഓർഗാനിക് മോളിക്യൂള് പൊളാറായിട്ട് മാറുകയും ചെയ്യുന്നു അല്ലേ. ഇത്തരത്തിലുള്ള പൊളാർ മോളിക്യൂൾസ് ആയിട്ടുള്ള ഹാലജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ്. നമുക്ക് പറയാം ഹാലോ ആൽക്കെയിൻസ് ഓർ ഹാലോ അരീൻസ് ആർ ഹാവിങ് ഹയർ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. ഇനി ഈ ഹയർ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഹയർ ആണ് അത് പഠിക്കാനായിട്ട് നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണ്. വെൻ വി ആർ കമ്പയറിങ് ദ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ഹൈഡ്രോ കാർബൺസ് വിത്ത് ദ ഹാലോ ആൽക്കെയിൻസ്. ഹാലോ ആൽക്കെയിൻസിനെയും അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിനെയും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നു. രണ്ടിനും ഏകദേശം സെയിം മോളിക്കുലാർ മാസ് ആണെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഉണ്ടാവുക? നമ്മളിതിനെ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് പഠിക്കാൻ സാധിച്ചത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആർ ഹാവിങ് ഹയർ ബോയിലിംഗ് പോയിൻറ്റ് ഓർ മെൽറ്റിംഗ് പോയിൻറ്റ് ആസ് കമ്പയർഡ് ടു ദ പാരൻറ്റ് ഹൈഡ്രോ കാർബൺ ഓഫ് സെയിം മോളിക്കുലാർ മാസ്. ഏകദേശം ഒരേ മോളിക്കുലാർ മാസമുള്ള ഹൈഡ്രോ കാർബണിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കാണിക്കുന്നവയാണ് ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും. എന്താണ് ഇതിന് പിന്നിലെ കാരണം? പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ദ ഫസ്റ്റ് റീസൺ ഈസ് ഗ്രേറ്റർ പൊളാരിറ്റി. ഹാലജൻ ആറ്റം ഉള്ളതുകൊണ്ട് തന്നെ ആ കോമ്പൗണ്ട് ഹൈലി പൊളാറാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഹാലജൻ ആറ്റത്തിൻ്റെ മോളിക്കുലാർ മാസ് ഹൈഡ്രോ കാർബണിലുള്ള ഹൈഡ്രജനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. സോ ഡ്യൂ ടു ദീസ് ടു റീസൺസ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ പൊളാരിറ്റി ആൻഡ് ഹയർ മോളിക്കുലാർ മാസ്, they are having more intermolecular force of attraction as compared to the parent hydrocarbon. അതുകൊണ്ട് തന്നെ ഹാലോ ആൽക്കെയിൻസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും പാരൻറ്റ് ഹൈഡ്രോ കാർബണിനേക്കാൾ കൂടിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ ഓർക്കണം, ഏത് തരത്തിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഇത്തരം ഹാലജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കാണപ്പെടുന്നത്? പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. ദാറ്റ് ഈസ് ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ ആൻഡ് ഓൾസോ വോൺ ഡെർ വാൾസ് ഫോഴ്സസ്. അപ്പോൾ നമുക്ക് പറയാം
Due to greater polarity as well as higher molecular mass as compared to the parent hydrocarbon, the intermolecular force of attraction are stronger in halogen derivatives. That is why we can say that boiling points of chlorides, bromides and iodides are considerably higher than those of hydrocarbons of comparable molecular mass. Clear ആയി എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് പലപ്പോഴും എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. ഇനി നമ്മൾ ആൽക്കൈൽ ഹാലൈഡ്സിന് സാധാരണയായിട്ട് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലാണെന്ന് പഠിച്ചു. എന്നാൽ ഇവിടെ ഒരേ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന ആൽക്കൈൽ ഹാലൈഡ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ബോയിലിംഗ് പോയിന്റ് ഏത് ഓർഡറിലായിരിക്കുമെന്ന് പരിശോധിക്കാം. ഹിയർ വി ആർ കൺസിഡറിങ് ആൽക്കൈൽ ഹാലൈഡ്സ് വിച്ച് കണ്ടെയ്നിങ് സെയിം ആൽക്കൈൽ ഗ്രൂപ്പ്. നോക്കൂ, സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ടുള്ള 6 വരുന്ന പല ഹാലോ ആൽക്കൈൻസും ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആൽക്കൈൽ അയഡൈഡ് ഉണ്ട്, ആൽക്കൈൽ ബ്രോമൈഡ് ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലൂറൈഡും ഉണ്ട്. ഇവിടെ ബോയിലിംഗ് പോയിന്റ് പരിശോധിക്കുമ്പോൾ ആൽക്കൈൽ അയഡൈഡ് ഈസ് ഗ്രേറ്റർ ബോയിലിംഗ് പോയിന്റ് ദാൻ alkyl bromide, it is greater than alkyl chloride, it is greater than alkyl fluoride. എന്തുകൊണ്ടാണ് ആൽക്കൈൽ അയഡൈഡിന് ഫ്ലൂറൈഡിനെ അപേക്ഷിച്ച് ഒരുപാട് ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം? ഇവിടെ പ്രധാനമായിട്ടും ഈ റീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ സൈസ് ആൻഡ് മാസ് ഓഫ് ദ ഹാലജൻ ആറ്റം, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. ഫ്ലൂറിൽ നിന്ന് അയഡനിലേക്ക് എത്തുമ്പോൾ ആറ്റംസിൻ്റെ സൈസ് കൂടുന്നു. സൈസ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നു, അല്ലേ? സൈസ് കൂടുന്നു, ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നു, മാസ് കൂടുന്നു. ഇത്തരത്തിൽ ഈ 3 കാര്യങ്ങളും കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഏത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. അതിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ സൈസുള്ള ഹാലജൻ ആറ്റമുള്ള ആൽക്കൈൽ ഹാലൈഡിന് കൂടുതൽ ബോയിലിംഗ് പോയിന്റും വളരെ ചെറിയ സൈസുള്ള ഹാലജൻ ആറ്റമുള്ള ആൽക്കൈൽ ഹാലൈഡിന് വളരെ കുറഞ്ഞ ബോയിലിംഗ് പോയിന്റും കാണിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ആൽക്കൈൽ ഹാലൈഡ്സ് വിച്ച് ആർ ഹാവിംഗ് സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ഫോളോസ് ദ ബോയിലിംഗ് പോയിന്റ് ആസ് Ri is greater than Rbr is greater than Rcl is greater than Rf. Isomeric haloalkanes ബോയിലിംഗ് പോയിന്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളൊരു ഹാലോ ആൽക്കെയിൻസിൻ്റെ ഐസോമേഴ്സ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾക്ക് അറിയാം ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ടാണ്, അല്ലേ? 4 കാർബൺ ആറ്റംസും അതോടൊപ്പം തന്നെ ഒരു ബ്രോമിൻ ആറ്റവും ഉള്ള സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ടാണ്. അടുത്തതായിട്ട് 4 കാർബൺ ആറ്റംസും ഒരു ബ്രോമിൻ ആറ്റവും ഉള്ള ഹാലോ ആൽക്കെയിൻ തന്നെ കൺസിഡർ ചെയ്യുന്നു. ഇത് ഒരു ബ്രാഞ്ചിങ് ഉണ്ട്. എന്നാൽ തൊട്ടടുത്ത കോമ്പൗണ്ടിലോ 4 കാർബൺ ആറ്റവും ഒരു ബ്രോമിൻ ആറ്റവും ഉള്ള കോമ്പൗണ്ട്, അതിന് 4 ബ്രാഞ്ചിങ് ഉണ്ട്. ഈ ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടും ബ്രാഞ്ചിങ് ആയിട്ടുള്ള ഐസോമെറിക് ഹാലോ ആൽക്കെയിൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കുന്നതിൻ്റെ ബോയിലിംഗ് പോയിന്റ് 375 കെൽവിനാണ്. എന്നാൽ ഒരു ബ്രാഞ്ചുള്ള കോമ്പൗണ്ടിൻ്റെ ബോയിലിംഗ് പോയിന്റ് 364 കെൽവിനാണ്. എന്നാൽ 4 ബ്രാഞ്ചസ് ഉള്ള ഒരു കോമ്പൗണ്ടിൻ്റെയോ 346 ആണ്. ഇതിൽ എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? The boiling point of isomeric haloalkanes decreases with increase in branching. Branching കൂടുന്നതിനനുസരിച്ചിട്ട് ഐസോമെറിക് ഹാലോആൽക്കെയിൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു വരുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഹാലോ അരിയൻസ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് കാണാം ഡൈഹാലോ ബെൻസീൻസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒരു ബെൻസീൻ റിങ്ങിൽ 2 ക്ലോറിൻ ആറ്റം വരുന്ന രീതിയിൽ പല ഐസോമേഴ്സ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവയെല്ലാം തന്നെ ഐസോമേഴ്സ് ആണ്. ഇങ്ങനെയുള്ള ഐസോമേഴ്സിൻ്റെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഓരോന്നിൻ്റെയും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബോയിലിംഗ് പോയിന്റ് ഓഫ് ഓൾ ദീസ് ഐസോമെറിക് ഡൈഹാലോ ആൽക്കെയിൻസ് ആർ ഹാവിങ് ഓൾമോസ്റ്റ് സെയിം. വലിയ വ്യത്യാസമൊന്നുമില്ല. ഓർത്തോൻ്റെ 453 കെൽവിൻ ആണെങ്കിൽ മെറ്റ 446 കെൽവിൻ, പാര 448 കെൽവിൻ. അതുകൊണ്ട് തന്നെ ഒരു ഡൈഹാലോ ബെൻസീൻസിൻ്റെ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയൊരു വ്യത്യാസമില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. എന്നാൽ മെൽറ്റിംഗ് പോയിന്റിലേക്ക് കടക്കുമ്പോൾ
ഇവയുടെ മെൽറ്റിംഗ് പോയിന്റുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഓർത്തോ കോമ്പൗണ്ടിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 256 ആണ്. മെറ്റ വരുമ്പോൾ ഒന്നുകൂടെ കുറഞ്ഞു 249 ആയി. എന്നാൽ പാര വന്നപ്പോൾ അവയുടെ മെൽറ്റിംഗ് പോയിന്റ് ഒരുപാട് കൂടി, ദാറ്റ് ഈസ് 323 കെൽവിനാണ്. എന്താണ് അതിന് കാരണം? നമുക്ക് മനസ്സിലാക്കാം. പാര ഐസോമർ ഈസ് ഹാവിങ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആസ് കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് മെറ്റ. എന്താണ് ഇതിന് കാരണം? ഇവിടെ പാര ഡൈഹാലോ ബെൻസിൻ്റെ സ്ട്രക്ചർ എന്നൊന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ഈ സ്ട്രക്ചർ നമ്മൾ നടുക്ക് വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോ ദിസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആർ ഹാവിങ് ഗുഡ് സിമെട്രി ഉള്ള കോമ്പൗണ്ട്സ് ആണ്. സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പാര ഡൈക്ലോറോ ബെൻസിൻ ഈസ് ഹാവിങ് സം സിമെട്രി. ബിക്കോസ് ഓഫ് ദിസ് സിമെട്രി ദേ ആർ fit into the crystal lattice as compared to ortho and meta. Generally പറയുകയാണെങ്കിൽ the isomers of dihalobenzenes are having difference in their melting point. The para isomer is having more melting point as compared to the ortho and meta. But when we are considering the boiling point, almost all these isomers are having same boiling point. ഇത്രയും കാര്യങ്ങളാണ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടി ഡെൻസിറ്റി ആണ്. എന്താണ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? ഹാലോ ആൽക്കെയിൻസിൻ്റെയും ഹാലോ എറീൻസിൻ്റെയും ഡെൻസിറ്റി ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും 2 ഫാക്ടേഴ്സിനെയാണ് ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ ഡെൻസിറ്റി ഓഫ് ദിസ് ഹാലോ ആൽക്കെയിൻസ് ഓർ ഹാലോ എറീൻസ് increases with increasing in number of carbon atom, increase in number of halogen atom and increasing in the mass of halogen atom. കാർബൺ ആറ്റത്തിൻ്റെയും ഹാലജൻ ആറ്റത്തിൻ്റെയും നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ടും ഹാലജൻ ആറ്റത്തിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ചിട്ടും സാധാരണയായിട്ട് ഹാലോ ആൽക്കെയിൻസിൻ്റെയും ഹാലോ എറീൻസിൻ്റെയും ഡെൻസിറ്റി കൂടി വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഫ്ലൂറോ ആൻഡ് ക്ലോറോ ഹാലോ ആൽക്കെയിൻസ് ആർ കൺസിഡേർഡ് ആസ് ലൈറ്റർ ദാൻ വാട്ടർ. വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവുള്ള കോമ്പൗണ്ടുകളാണ് ഫ്ലൂറോ ആൻഡ് ക്ലോറോ ആൽക്കെയിൻസ്. എന്നാൽ ബ്രോമോ, അയഡോ, പോളിക്ലോറോ ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ആർ ഹാവിങ് മോർ ഡെൻസിറ്റി ദാൻ വാട്ടർ. ബ്രോമിൻ, അയഡിൻ ഇവിടെയെല്ലാം ആറ്റമിക് മാസ് ഫ്ലൂറിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ക്ലോറിനെ അപേക്ഷിച്ച് കൂടുതലാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ബ്രോമോ ആൻഡ് അയഡോ ഡെറിവേറ്റീവ്സും പോളിക്ലോറോ ഡെറിവേറ്റീവ്സും സാധാരണയായിട്ട് വാട്ടറിനേക്കാൾ കൂടുതൽ ഡെൻസിറ്റി കാണിക്കുന്നവയാണ്. ഹാലോ ആൽക്കെയിൻസിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് സോല്യുബിലിറ്റി. ഹാലോ ആൽക്കെയിൻസ് വാട്ടറിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുക? ഹാലോ ആൽക്കെയിൻസ് ആർ സ്ലൈറ്റ്ലി സോല്യുബിൾ ഇൻ വാട്ടർ. അതായത് ഹാലോ ആൽക്കെയിൻസ് വാട്ടറിൽ വളരെ കുറച്ച് മാത്രം സോല്യുബിൾ ആണ്. എന്തായിരിക്കും അതിന് പിന്നിലെ കാരണം? ഹാലോ ആൽക്കെയിൻസ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ ഹാലോ ആൽക്കെയിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യണം. എന്തൊക്കെയാണ് അതിന് പിന്നിലെ കെമിസ്ട്രി എന്ന് ഓർത്ത് നോക്കൂ. ഹാലോ ആൽക്കെയിൻസിലുള്ള കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. കൂടാതെ വാട്ടർ മോളിക്യൂളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടും ബ്രേക്ക് ചെയ്യപ്പെടണം. പിന്നീട് ഹാലോ ആൽക്കെയിനും വാട്ടർ മോളിക്യൂളും തമ്മിൽ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ഹാലോ ആൽക്കെയിന് വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ടും ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ the halo alkanes when dissolved in water, energy is required to overcome the attractions between halo alkane and the water molecules. Less energy is released when new attraction between the halo alkane and water molecule is found. അതായത് ഹാലോ ആൽക്കെയിൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് എനർജി വളരെ കൂടുതലും എന്നാൽ ഹാലോ ആൽക്കെയിനും വാട്ടർ മോളിക്യൂളും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എനർജി ഡിഫറൻസ് വളരെ കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എനർജി ഡിഫറൻസ് വളരെയധികം വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഹാലോ ആൽക്കെയിൻസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാത്തത്. മാത്രവുമല്ല ഹാലോ ആൽക്കെയിനും വാട്ടറും തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ടിങ് സാധാരണ വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് അത്രയ്ക്ക് സ്ട്രോങ്ങും അല്ല. ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ഹാലോ ആൽക്കെയിൻസ് ആർ വെരി ലെസ് സോല്യുബിൾ ഓർ സ്ലൈറ്റ്ലി സോല്യുബിൾ ഇൻ വാട്ടർ എന്ന് പറയാം. എന്നാൽ ഓർഗാനിക് കോമ്പൗണ്ട്സിലാണെങ്കിലോ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഹാലോ ആൽക്കെയിൻസ് വളരെ നന്നായി തന്നെ ഡിസോൾവ് ചെയ്യുന്നു. ഹാലോ ആൽക്കെയിൻസ് tend to dissolve in organic solvents. എന്തായിരിക്കും അതിന് പിന്നിലെ കാരണം?
ഇവിടെയും ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ഹാലോ ആൽക്കെയിനെ ആഡ് ചെയ്യുമ്പോൾ ഹാലോ ആൽക്കെയിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും പിന്നീട് ഹാലോ ആൽക്കെയിൻ ഓർഗാനിക് സോൾവെൻറ്റുമായിട്ട് പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യണം അല്ലേ. ഇവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്ന ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്ന എനർജിയും അതുപോലെ തന്നെ പുതിയ ബോണ്ട് ഫോം ചെയ്യുമ്പോഴുള്ള എനർജിയും തമ്മിൽ ഈക്വലാണ്. രണ്ടും ഈക്വലി കോമ്പൻസേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദേ ആർ ഹാവിങ് വെരി ഹൈ സോലിബിലിറ്റി ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. മാത്രമല്ല ഇങ്ങനെ ഉണ്ടാകുന്ന ബോണ്ട് ഹാലോ ആൽക്കെയിൻ ഓർഗാനിക് സോൾവൻസിൽ ഡിസോൾവ് ചെയ്ത് ഉണ്ടാകുന്ന ബോണ്ട് ഓർഗാനിക് സോൾവൻറ്റ് മോളിക്യൂൾസിലുള്ള ബോണ്ടിൻ്റെ എനർജിക്ക് ഈക്വൽ തന്നെയാണ്. അതിനാലാണ് ഹാലോ ആൽക്കെയിൻസ് ഓർഗാനിക് സോൾവൻസിൽ വളരെയധികം ഡിസോൾവ് ആവുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഹാലോ ആൽക്കെയിൻസ് ആർ ലെസ് സ്ലൈറ്റ്ലി soluble in water, but haloalkanes are more soluble in organic solvents. ഇത്രയുമാണ് ഫിസിക്കൽ പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്ത് ഹാലോ ആൽക്കെയിൻസിൻ്റെയും ഹാലോ അരീൻസിൻ്റെയും പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും പഠിച്ച കാര്യങ്ങളൊന്നുകൂടെ ഓർക്കാം. ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് നമ്മൾ പഠിച്ചത് ആദ്യമായിട്ട്. പിന്നീട് മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്, ഡെൻസിറ്റി, സോലിബിലിറ്റി, ഇവയെല്ലാമാണ് പ്രധാന പ്രോപ്പർട്ടീസ്.